എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഡിൽ ഈസ്റ്റ് പാലസ്തീൻ അതിനോടനുബന്ധിച്ച ലോക വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇത് എത്രത്തോളം ബാധകമായിരിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്ന ഏത് രാജ്യത്തായാലും ഈ വിഷയങ്ങൾ നിങ്ങളെ കൂടി ബാധിക്കുന്നതാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്രകാരം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വാർത്തകളും നമ്മൾ ഓരോരുത്തരും വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമുക്കുള്ളതായിട്ടുള്ള ഒരു പ്രശ്നം പലപ്പോഴും നമ്മളെ അഭിമുഖീകരിക്കുന്നത്, നമ്മുടെ വാർത്താ ചാനലുകളൊന്നും ഇത് യഥാർത്ഥമായിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ന്യൂസുകൾ സത്യസന്ധമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുവാൻ അവർ ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ അവർ പല അജണ്ടകളുമാണ് അവരെ നമ്മളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പല സോഴ്സുകളിൽ നിന്നുമുള്ള വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുടെ മുൻപിൽ ഈ വാർത്തകൾ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ ഓർത്തതുപോലെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ വലിയൊരു ആക്രമണം ആണ് ഇസ്രയേലിലേക്ക് അവരെ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാലേ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ പത്രവാർത്തകളിലൊക്കെ വന്നിരുന്നു ഹിസ്ബുള്ള വളരെ മാരകമായിട്ടുള്ള രീതിയിൽ ഇസ്രയേലിനെ ആക്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ മിക്ക മാധ്യമങ്ങളിലും നമ്മൾ കാണുകയുണ്ടായത്. എന്നാൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ഒരു പരാജയമായിരുന്നു ഈ അക്രമം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതിൻ്റെ ന്യൂസുകളും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളും നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ പല വീഡിയോകളിലും പറയുകയുണ്ടായി, ഹിസ്ബുള്ള എന്ന് പറയുന്നതായിട്ടുള്ള ഈ തീവ്രവാദ സംഘടന വളരെ ശക്തമായിട്ടുള്ള സംഘടനയാണ്. ഇതൊരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിയോട് കിടപിടിക്കുന്നതായിട്ടുള്ള ആയുധബലവും ട്രെയിൻഡായിട്ടുള്ള സൈന്യവും പണവും ആയുധങ്ങളും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു വൻ ശക്തിയുള്ളതായിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ഈ ഹിസ്ബുള്ള എന്ന് നാം ഓർക്കണം. അവർ പ്ലാൻ ചെയ്തിരുന്നത് ഞായറാഴ്ച വെളുപ്പിനെ ഇസ്രയേലിലേക്ക് വലിയ ഒരു ആക്രമണം നടത്തുവാൻ വേണ്ടിയാണ് അവർ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇസ്രയേലും അതുപോലെ അമേരിക്കൻ ഇൻ്റലിജൻസും ഇത് അറിയുകയും ഇത് മുൻകൂട്ടി അവരുടെ പദ്ധതികൾ മനസ്സിലാക്കുകയും ഇവർ ഹിസ്ബുള്ള ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലിൻ്റെ 100-ലധികം വിമാനങ്ങളാണ് ലെബനനിലേക്ക് പറക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 1000-ലധികം, നമ്മളൊന്ന് ഓർക്കണം, 1000-ലധികം റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ തന്നെ അവരുടെ ആയുധ സംഭരണശാലകളും അതുപോലെ അവരുടെ ട്രെയിനിങ് സെൻ്ററുകളും ഒക്കെ കൂട്ടമായിട്ട് ഇസ്രയേൽ ഫൈറ്റർ പ്ലെയിനുകൾ നശിപ്പിക്കുകയായിരുന്നു. കാരണം ഈ 1000-ലധികം റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നും മാരകമായിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വേണ്ടിയായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ ഇസ്രയേൽ ഇത് നേരത്തെ മനസ്സിലാക്കി. അവരുടെ ഇൻ്റലിജൻസ് നമുക്കറിയാം, ഇസ്രയേലിൻ്റെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് ആണ് ലിബിയയിലും സിറിയയിലും ഉള്ളതെന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ചില നാളുകളായിട്ട് ഇവർക്ക് ഈ ഗാസയിൽ അവരുടെ ഇൻ്റലിജൻസിൻ്റെ ശ്രദ്ധ വളരെ കുറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ഹമാസിൻ്റെ ഒരു അക്രമം അവർക്ക് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കുവാനോ അവർക്ക് സാധിക്കാതെ വന്നത്. കാരണം അവരുടെ മുഴുവൻ കോൺസെൻട്രേഷനും സിറിയയും ലെബനനുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലെബനിലെ വളരെ ആഴത്തിലുള്ളതായിട്ടുള്ള ഇൻ്റലിജൻസ് ശൃംഖല ഇസ്രയേലിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ തന്നെ അമേരിക്കയ്ക്കും അവിടെയുണ്ട്. എന്നാൽ ഇസ്രയേൽ നമുക്കറിയാം, മൊസാദിൻ്റെ ആ സംഘടനകളൊക്കെ വളരെ ശക്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ സംഘടന ഇത് മനസ്സിലാക്കുകയും അത് ഇസ്രയേൽ മിലിറ്ററിക്കും അവരുടെ ഗവൺമെൻറ്റിനും ഈ അറിയിപ്പ് കൊടുക്കുകയും അവർ ഞായറാഴ്ച രാവിലെ ആക്രമണം നടത്തുവാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ അവർ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ലെബനനിലേക്ക് ഒരു ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇസ്രയേലിൻ്റെ എയർഫോഴ്സിൻ്റെ 100-ലധികം ഫൈറ്റർ പ്ലെയിനുകളാണ് ഈ ആക്രമണത്തിൽ പങ്കുചേർന്നത്. അവർ 1000-ലധികം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകളും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളും വൻ വിനാശമാണ് അവരെ വരുത്തിയത്. നമ്മുടെ മീഡിയകളിലൊന്നും ഇത് പുറത്തേക്ക് വരുന്നില്ല. ഇവിടെ നമ്മുടെ മീഡിയകൾ പലപ്പോഴും പറയുന്നത് ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചു, വൻ നാശം ഇസ്രയേലിലുണ്ടായി എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ
ഞാനത് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമൊന്നും ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു അക്രമം ഇത്ര വലിയ ഒരു തീവ്രവാദ സംഘടനയായിരിക്കുന്ന ഹിസ്ബുള്ളയുടെ വളരെ പ്ലാനഡ് ആയിട്ടുള്ള ഈ ഒരു ആക്രമണം വൻ പരാജയമായി പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ റോക്കറ്റുകൾ വളരെ തമാശയായിട്ട് തോന്നിയത്, ഇന്നത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അറബിക് പത്രങ്ങളിലൊക്കെ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാർട്ടൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയെ കളിയാക്കിക്കൊണ്ടാണ്. കാരണം അവരുടെ ഒരു റോക്കറ്റ് വന്ന് ഒരു ചിക്കൻ അല്ലെങ്കിൽ കോഴി ഫാമിൽ വന്ന് വീണിട്ട് കോഴികളൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് പറന്നു പോകുന്ന ഒരു കാർട്ടൂണാണ് അവരുടെ പത്രങ്ങളിലൊക്കെ ഇന്ന് ഇട്ടുകൊണ്ട് ഹിസ്ബുള്ളയെ കളിയാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു റോക്കറ്റ് വന്ന് ശരിക്കും ഇസ്രയേലിലെ ഒരു കോഴി ഫാമിൽ വന്ന് വീഴുകയും ചെറിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അതിനെ വെച്ചുകൊണ്ടാണ് അവർ കളിയാക്കിക്കൊണ്ടാണ് അവരെ ആ രീതിയിൽ സൗദിയിൽ നിന്നൊക്കെയുള്ള പല പത്രങ്ങളും അങ്ങനെയുള്ള കാർട്ടൂണെ വരച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവരുടെ ആക്രമണം വലിയ പരാജയമായി പോയി. അതുകൂടാതെ തന്നെ അവരുടെ മിസൈലുകൾ പലതും തുറസായ സ്ഥലത്തുകളും അതുപോലെ തന്നെ ഏതാണ്ട് 300 റോക്കറ്റോളം വിട്ടതിൽ അതിലേതാണ്ട് നല്ല ഒരു ശതമാനം റോക്കറ്റുകളും ഇസ്രയേലിൻ്റെ അയൺ ഡോമും അതുപോലെ തന്നെ അവരുടെ മറ്റ് വ്യോമ പ്രതിരോധ ഡേവിഡ് സ്ലിംഗ് അങ്ങനെ തുടങ്ങിയതായിട്ടുള്ള പല വ്യോമ പ്രതിരോധങ്ങളും വെച്ച് അവരെ തകർത്ത് കളയുകയുണ്ടായി. അതിലെ ഒരു സൈനികന് ചെറിയ പരിക്ക് പറ്റുകയും മറ്റ് ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. കാരണം അതും ശരിക്കും കൺഫേം ആയിട്ടില്ല എങ്കിൽ പോലും അത് അവർ കാരണം പറയുന്നത്, ആ പരിക്ക് പറ്റുവാനുള്ള കാരണം അവർ പറയുന്നത് ഈ അയൺ ഡോം വെടിവെച്ചിട്ടതായിട്ടുള്ള ഈ റോക്കറ്റിൻ്റെ അവശിഷ്ടം വന്ന് ഈ സൈനികരുടെ ദേഹത്ത് വീണിട്ടാണ് അപകടം പറ്റിയത്, അല്ലാതെ നേരിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇത്രയും റോക്കറ്റ് വിട്ടിട്ടും പ്രത്യേകിച്ച് ഇസ്രയേലിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതുതന്നെയല്ല, അവരുടെ വാർ മിനിസ്റ്ററും അതുപോലെ തന്നെ അവരുടെ സൈന്യാധിപനുമൊക്കെ ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങളോട്, നിങ്ങൾ പുറത്തിറങ്ങരുത്, കാരണം ഇനിയും ഒരു ആക്രമണം വരുവാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങരുതെന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം ഈ മിസൈലുകൾ ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റുകൾക്കോ മിസൈലുകൾക്കോ ഇസ്രയേലിൽ കാര്യമായിട്ട് ഒന്നും നാശം വരുത്തുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ വളരെ വിജയകരമായി ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള വലിയൊരു കാരണം ഇസ്രയേലിൻ്റെ മുൻകൂട്ടിയുള്ള ആക്രമണം ആയിരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഇസ്രയേൽ തങ്ങളുടെ ചരിത്രത്തിൽ എപ്പോഴൊക്കെ മുൻകൂട്ടി ശത്രു ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് അവരെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെയും അവർക്ക് വലിയ വിജയം ഉണ്ടായിട്ടുണ്ടെന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. 6 days വാറൊക്കെ നമ്മൾ നോക്കിയാൽ മതി, അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഈ ഹിസ്ബുള്ള ആക്രമിക്കുവാൻ പോകുന്നു എന്നുള്ള ആ അറിയിപ്പ് അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസിൻ്റെ അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ ഇവർ ആക്രമണം വരുന്നതിന് മുമ്പ് തന്നെ ഇവർ അങ്ങോട്ട് ആക്രമിച്ച് ആ ത്തിൻ്റെ ശക്തി കുറച്ച് കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 1000 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് എത്ര മാരകമായിരുന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നസറുള്ള ഇതിന് ശേഷമൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഞങ്ങൾ ആക്രമണം നടത്തി വിജയമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് യഥാർത്ഥമായിട്ടുള്ള വാർത്ത കാണുന്നവർ ഓർക്കണം, ഇതൊരു വൻ പരാജയമായിരുന്നു. നസറുള്ള അങ്ങനെയൊക്കെ പറയും, കാരണം അതിനപ്പുറത്ത് അദ്ദേഹത്തിന് മറ്റൊന്നും പറയുവാൻ സാധിക്കില്ലല്ലോ. എന്നാൽ അവരുടെ ഹിസ്ബുള്ളയുടെ ഒരു വൻ പരാജയം ഒരു ആക്രമണമായിരുന്നു ഇസ്രയേലിനെതിരെ കഴിഞ്ഞ ദിവസം നടന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പത്രങ്ങളിൽ മറ്റു രീതിയിലൊക്കെ വാർത്ത വരുമ്പോഴും സത്യം ഇത് ഇങ്ങനെയായിരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പല മാധ്യമങ്ങളും പല അജണ്ടകളുമാണ് പലരെയും സന്തോഷിപ്പിക്കുവാനൊക്കെ ഉള്ളതായിട്ടുള്ള വാർത്തകൾ മാത്രമേ അവർ പുറത്തേക്ക് വരാറുള്ളൂ. യഥാർത്ഥ സത്യം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ലോകത്തുള്ള പല മീഡിയമുകളും അങ്ങനെ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ മീഡിയകളൊക്കെ പലതും ഫണ്ടഡാണ്, അങ്ങനെ പല രീതിയിലുള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. അതുകൊണ്ട് അവർ യഥാർത്ഥമായിട്ടുള്ള വാർത്ത, പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ വിജയവും അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ ആക്രമണത്തിൻ്റെ
അപ്ഡേറ്റ്സ് അതാണ്. ഒരു വൻ പരാജയമായിരുന്നു ഹിസ്ബുള്ളയുടെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മികവോടുകൂടി തന്നെ ഇസ്രായേൽ ഇൻ്റലിജൻസ് ഇത് മനസ്സിലാക്കുകയും അത് വളരെ വിജയകരമായിട്ട് ഈ ആക്രമണത്തെ തടുക്കുവാനൊക്കെ ഇസ്രയേലിന് സാധിച്ചു. അത് ഇസ്രയേൽ ശരിക്കും ഈ ആക്രമണത്തിന് തൊട്ട് മുൻപ് തന്നെ അമേരിക്കയെ ഇത് അറിയിച്ചിരുന്നു. അമേരിക്കയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണം ഇസ്രയേൽ അവിടെ നടത്തിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പലപ്പോഴും ഇസ്രയേലിനെ പുറകിൽ നിന്ന് കൈകൾ കെട്ടുന്നത് അമേരിക്കയാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും നടത്തുവാൻ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് അമേരിക്കയുടെ പൂർണ്ണ സഹകരണമുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം അറിയുവാൻ സാധിച്ചത്, അമേരിക്ക ഈ ആക്രമണം നടത്തുന്നതിനെതിരല്ലായിരുന്നു, എന്നാൽ അത് എസ്കലേറ്റ് ചെയ്യില്ലെന്ന് പ്രത്യേകം ഇസ്രയേലിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഇസ്രയേൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഞാൻ ഓർപ്പിച്ചതുപോലെ ബൈഡൻ മിനിസ്ട്രിക്ക് ഒരിക്കലും ഈ ഒരു ഇങ്ങനെയുള്ളതായിട്ടുള്ള ആക്ഷൻസ് ഒന്നും എടുക്കുന്നതിനോട് താല്പര്യമില്ലാത്തതായിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് ബൈഡൻ മിനിസ്ട്രി എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അമേരിക്കയുടെ ഇന്നത്തെ സാഹചര്യമെന്ന് നമുക്കറിയാം. ആയുധങ്ങളൊക്കെ കൊടുത്ത് പലപ്പോഴും ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, പലപ്പോഴും ആയുധങ്ങൾ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് ഇസ്രയേലിനെ പുറകിൽ നിന്നും കുത്തുന്ന ഒരു അവസ്ഥയൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ്റെ ഒരു പോളിസി തന്നെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. ഒരു കാരണവശാലും അങ്ങോട്ട് ആക്രമിക്കരുത്, ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് വരുന്ന റോക്കറ്റുകളോ മിസൈലുകളോ ആക്രമണങ്ങളെയൊക്കെ തടുക്കുവാൻ സഹായിക്കാം. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങളുടെ സഹായം ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒക്കെയുള്ള വാണിംഗ് ഒക്കെയാണ് ഇസ്രയേലിന് കൊടുത്ത് അങ്ങനെ ഇസ്രയേലിനെ വളരെ പ്രഷർ ചെയ്ത് മുൻപോട്ട് ആ യുദ്ധം കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇലക്ഷനൊക്കെ വരികയാണ്. അതുകൊണ്ട് അവർക്ക് ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യുവാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ പലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിലുള്ള ഹമാസുമായിട്ടുള്ള ആ യുദ്ധം എത്രയും വേഗം വെടിനിർത്തലൊക്കെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് ഇസ്രയേൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തു തന്നെയായാലും ലബനനിലെ ഹിസ്ബുള്ളയുടെ ചീഫ് കമാൻഡറായിരുന്ന ഷുക്കൂറിൻ്റെ മരണത്തിന് പ്രതികാരമായിട്ടാണ് ഹിസ്ബുള്ള ഈ രീതിയിൽ ആക്രമണം നടത്തിയതെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ ഈ ആക്രമണം ഹിസ്ബുള്ളയുടെ ഒരു വലിയ പരാജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേലിൽ യാതൊരു നാശനഷ്ടം വരുത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ഇസ്രയേൽ വളരെ ശക്തമായിട്ട് ഈ ആക്രമണത്തിന് മുമ്പ് തന്നെ ഏതാണ്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ ഏതാണ്ട് 1000 കേന്ദ്രങ്ങൾ തകർത്ത് കളഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതിനുശേഷമാണ് ഈ 250-300 മിസൈൽ അവർക്ക് വിടുവാനായിട്ട് സാധിച്ചത്. എന്നാൽ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രയോജനമൊന്നും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായില്ല. കാരണം അതൊക്കെ ഈ ഇസ്രയേൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ പ്രതിരോധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർന്നുള്ള ആക്രമണം ഒക്കെ ഉണ്ടായിരിക്കുമെന്നൊക്കെ നസറുള്ള പറയുന്നുണ്ട്. എങ്കിലും അത് എത്രത്തോളം അവർക്ക് അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് അങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ അവരും വളരെ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസും അവരുടെ മിലിറ്ററിയൊക്കെ വളരെ ഷാർപ്പായിട്ട് തന്നെ വളരെ ഡാമേജസ് ആണ് ഈ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു പരാജയപ്പെടുവാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു ആക്രമണത്തിന് എന്തായാലും ഹിസ്ബുള്ള ഇറങ്ങിത്തിരിക്കുവാൻ സാധ്യത കുറവാണ്. എങ്കിലും വളരെ പ്രീ പ്ലാനോടുകൂടി വീണ്ടും ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഇസ്രയേൽ കാണുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ ഇസ്രയേലിൻ്റെ തിരിച്ചുള്ള ആക്രമണം വളരെ രൂക്ഷമായിരിക്കും. അത് വളരെ വില കൊടുക്കേണ്ടി വരും ഹിസ്ബുള്ള എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഇതിനോടുള്ള ബന്ധത്തിൽ ഇറാൻ ഇതൊക്കെയും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇറാനും ഒരു കാര്യം അറിയാം, ഈ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ട് ഇസ്രയേൽ വളരെ ശക്തമായിട്ട് ആക്രമിക്കുന്നതൊക്കെ ഇറാൻ കാണുമ്പോഴേ ഇറാനും തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യം, ഏതെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓർപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇറാൻ ആക്രമിച്ച് അത് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇറാനിൽ നേരിട്ടുള്ളത് വളരെ ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളതൊക്കെ ഇറാന് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇറാന് നേരിട്ടൊരാക്രമണത്തിനൊന്നും
മുതിരാതെ ഇരിക്കുന്നത്. അവരെ 24 മണിക്കൂറിനുള്ളിൽ ആക്രമിക്കും. അതിനുശേഷം വീണ്ടും 24 മണിക്കൂറോട് മുൻപോട്ട് പോയതിന് ശേഷം അവർ പറഞ്ഞത് വീണ്ടും ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ആക്രമിക്കുമെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഇപ്പോഴേ അവരധികം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഞങ്ങൾ തക്ക സമയത്ത് സമയം അനുസരിച്ച് ഞങ്ങൾ ചെയ്യുമെന്നൊക്കെയാണ് അവർ പറഞ്ഞ് പതിയെ പിൻവലിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എങ്കിലും ഇസ്രയേൽ വളരെ ജാഗരൂകരായിട്ട് ഇരിക്കുകയാണ്. എന്ത് ആക്രമത്തെയും ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്കെതിരെ വരുന്ന ഏതൊരാക്രമണവും വളരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിരോധിക്കും, വളരെ ശക്തമായ തിരിച്ചടി ഞങ്ങൾ കൊടുക്കും, അതിന് യാതൊരു ഇതിലുള്ളതായിട്ടുള്ള സംശയവും വേണ്ട എന്ന് അവരുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അത് അവർക്ക് ഹിസ്ബുള്ള തുടങ്ങിയതായിട്ടുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പിനും അതിലുപരി അവരുടെ നേതാവായിരിക്കുന്ന ഇറാനുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇവരതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റുകളൊക്കെയും ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയേണ്ടതാണ്. ആ വീഡിയോകളിൽ ആ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.